Good morning, everyone. How are you? Safe and secure. Again, I'm saying, please take care of yourself in the time of this crisis, okay? So, today we are continuing the chapter Environmental Studies. And in the last class, we have discussed the second paragraph of the first chapter. Now we are continuing. Okay, ready for that? Let's go for that. So here in this third paragraph, we can see it said, our dependence on nature is so great that we cannot continue to live without protecting the earth's environmental resources. That is, our dependence on nature is so great. നമ്മൾ നേച്ചറിനെ വളരെയധികം ആശ്രയിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു എൻവയൺമെൻറ്റൽ റീസോഴ്സസിനെ, നമ്മളുടെ പ്രകൃതിയിൽ കാണുന്ന ഈ പരിസ്ഥിതി വിഭവങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ thus most traditions refer to our environment as mother nature. And most traditional societies have learned etc. So what is said there, as it is our duty to protect it, many tradition meaning പരമ്പരകൾ അല്ലേ, പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണലി എന്ന് പറയുമ്പോൾ, സോ ഹൗ ദേ കൺസിഡേർഡ് നേച്ചർ ആസ് ഓർ എൻവയൺമെൻറ്റ് ആസ് മദർ നേച്ചർ. വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. എൻവയൺമെൻറ്റിനെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അമ്മ എന്നുള്ള ആ ഒരു ഫീലിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പ്രകൃതി എന്ന് പറഞ്ഞാൽ മാതാവാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി എന്നാൽ മാതാവാണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ആൻ ആൻസർ ഫോർ എ ക്വസ്റ്റ്യൻ ഓൾസോ. What is said there, that is, most traditions refer to our environment as mother nature, and most traditional societies have learned that respecting nature is vital. One second, Mola. Is vital for their livelihoods. That is, നമ്മൾ നേരത്തെ പറഞ്ഞു, എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനെ കണക്കാക്കുന്നത് മദർ നേച്ചറായിട്ടാണ്. മിക്ക പരമ്പരാഗത രീതികളിലും ഉള്ള കൾച്ചേഴ്സ് ഈ എൻവയൺമെൻറ്റിനെ കണക്കാക്കുന്നത് മദർ നേച്ചറാണ് എന്ന് മാത്രമല്ല, അവരുടെ സൊസൈറ്റീസിനെ അവർ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ദ വാല്യൂസ് ഓഫ് കൺസിഡറിങ് ദിസ് എൻവയൺമെൻറ്റ് ആസ് മദർ നേച്ചർ അല്ലേ. ഈ എന്താ പറയുക, പ്രകൃതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ അമ്മയായി കണക്കാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് മിക്ക ട്രഡീഷണൽ വാല്യൂസിലും കൾച്ചേഴ്സിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. This has led to many cultural practices that help traditional societies protect and preserve their natural resources. Preserve ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ കാത്ത് സംരക്ഷിക്കുക അല്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെ മദർ നേച്ചറായിട്ട് ഈ എൻവയൺമെൻറ്റിനെ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ മിക്ക ട്രഡീഷണൽ സൊസൈറ്റീസും, പരമ്പരാഗതമായിട്ടുള്ള മിക്ക സൊസൈറ്റീസും എന്താണ് അവരുടെ ആ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കി കൊടുക്കുന്നത്? ഈ നേച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതിനെയും അതിനെ കാത്ത് സൂക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകതകൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം ഒരുപാട് കൾച്ചറൽ പ്രാക്ടീസസിനും അവർ പ്രാധാന്യം കൊടുക്കുന്നു. മീൻസ് എന്താണ് പറഞ്ഞത്? പ്രകൃതിയെ അമ്മയായി കണക്കാക്കുന്നു മിക്ക പരമ്പരാഗത രീതികളും. ഇങ്ങനെ കണക്കാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് തന്നെ അതിനെ സംരക്ഷിക്കേണ്ടത് കൊണ്ടും അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് കൊണ്ടും ഒരുപാട് കൾച്ചറൽ പ്രാക്ടീസസ്, നമ്മളിപ്പോൾ എന്താണ്, ചില കലവറ നിറക്കൽ എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ചടങ്ങ്, അത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ. അതായത് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു വിത്തിനം അല്ലെങ്കിൽ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ എന്താണ്, ആദ്യം ക്ഷേത്രങ്ങളിലേക്ക് ഒരു നേർച്ച പോലെയൊക്കെ നമ്മൾ കൊടുക്കുക അല്ലേ, അവിടത്തേക്ക് അത് ദാനം ചെയ്യുക.
ഇത്തരം അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പോർഷൻ ഇന്ന സ്ഥലത്തേക്ക് കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി മാക്സിമം നമ്മൾ പ്രവർത്തിക്കണം എന്ന തരത്തിലുള്ള ആ ഒരു ചിന്താഗതി മനുഷ്യരിൽ ഉണ്ടാക്കാനും അതുവഴി പ്രകൃതിയെ സംരക്ഷിക്കാനും ഉള്ള ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റി കമ്മ്യൂണിറ്റീസിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു എന്താ പറയുക ഐഡിയ കൂടി ഒരു പക്ഷേ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം. എന്തു തന്നെയായാലും പ്രകൃതിയെ പല പരമ്പരാഗത രീതികളിലും കണക്കാക്കുന്നത് അല്ലെങ്കിൽ പല പരമ്പരാഗത കൾച്ചറുകളും സംസ്കാരങ്ങളും പ്രകൃതിക്ക് വലിയ വാല്യൂ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ എൻവയൺമെൻറ്റിനെ കണക്കാക്കുന്നത് മദർ നേച്ചറായിട്ടാണ്, അമ്മ എന്നുള്ള നിലയിലാണ് കണക്കാക്കുന്നത്. റെസ്പെക്ട് ഫോർ നേച്ചർ ആൻഡ് ആൾ ലിവിങ് ക്രീച്ചേഴ്സ് ഈസ് നോട്ട് ന്യൂ ടു ഇന്ത്യ. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല അല്ലേ. കാരണം ഏറ്റവും കൂടുതൽ പാരമ്പര്യങ്ങളിലും സംസ്കാരത്തിലും ഊന്നിക്കൊണ്ട് അല്ലേ രാഷ്ട്രത്തെ പടുത്തുയർത്തുന്ന ഒരു രാജ്യമാണ് ഏത് നമ്മുടെ മദർ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഓൾ ആർ ട്രഡീഷൻസ് ആർ ബേസ്ഡ് ഓൺ ദീസ് വാല്യൂസ്. നമ്മുടെ എല്ലാ ട്രഡീഷൻസും നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ചില വാല്യൂസിൽ ഊന്നിക്കൊണ്ടാണ് എല്ലാ കൾച്ചറും വളർന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വി ക്യാൻ സി എംപറർ അശോകാസ് എഡിക്റ്റിൻ്റെ മീനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫൈനലിൽ. Edict means a proclamation made by a ruler. ഒരു രാജാവ്, ഒരു അധികാരി പുറപ്പെടുവിക്കുന്ന ഒരു പ്രൊക്ലമേഷൻ, ഒരു എന്താ പറയുക വിളംബരം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആഹ്വാനം, അതിനൊക്കെയാണ് നമ്മൾ എഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എംപറർ അശോകയുടെ എഡിക്റ്റിൽ എന്താണ്? ദാറ്റ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ വെൽബീങ് ഇൻ 4th century BC. 4th century BC അദ്ദേഹം പുറപ്പെടുവിച്ച പ്രൊക്ലമേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള എന്താണ് ലൈഫും, ദാറ്റ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ വെൽബീങ്. നമ്മുടെ ഒരു നന്മ കാക്ഷിച്ചു കൊണ്ടുള്ളതാണ് എല്ലാ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽസും എന്നുള്ള ഒരു പ്രൊക്ലമേഷൻ എംപറർ അശോക പുറപ്പെടുവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് പാര. ഓവർ ദ പാസ്റ്റ് 200 years, however, modern societies began to believe that easy answers to the question of producing more resources could be provided by means of technological innovations. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ 200 വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് the societies began to believe, which societies? Modern societies. ആധുനിക സമൂഹം വിശ്വസിക്കാൻ തുടങ്ങി. എങ്ങനെ? that easy answers to the question of producing more resources. കൂടുതൽ വിഭവങ്ങൾ, അതായത് ജനങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുന്നു. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ എന്താ പറയുക ദൗർലഭ്യം എന്ന് പറഞ്ഞാൽ സുലഭമായിട്ട് അത് ലഭിക്കാതിരിക്കുക അല്ലേ, അത് നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ എങ്ങനെയാണ് ഈ വിഭവങ്ങളെ നമ്മൾക്ക് ഈസി ആയിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താനായിട്ട് നമ്മളുടെ മോഡേൺ സൊസൈറ്റി ശ്രമിച്ചപ്പോൾ അവരെത്തിച്ചേർന്നത് എന്തിലാണ്? ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസിൽ, സാങ്കേതികമായിട്ടുള്ള നൂതന വിദ്യകളിലേക്കാണ് ഇത് നയിച്ചത്. മനസ്സിലായല്ലോ, വാക്കുകൾ കുറച്ച് കട്ടിയെന്നേ ഉള്ളൂ, എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 200 വർഷങ്ങളായിട്ടുള്ള ആധുനിക ജനത അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നൂതന സംവിധാനങ്ങളിലൂടെ ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ റീസോഴ്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞ 200 വർഷങ്ങളായിട്ട് ഓരോ ആധുനിക സമൂഹവും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, though growing more food by using fertilizers and pesticides, developing better strains of domestic animals and crops, irrigating farmland through mega dams and developing industry led to rapid economic growth. The ill effects of this type of development led to environmental degradation. എന്താണ്? ദാറ്റ് ഈസ് നമ്മളിങ്ങനെ ഈസി ആയിട്ടുള്ളൊരു ആൻസർ കണ്ടെത്തി, ആധുനിക സാങ്കേതിക വിദ്യ എന്നുള്ളൊരു ഈസി ആൻസർ നമ്മൾ കണ്ടെത്തി. പക്ഷേ അതെന്തിലേക്കാണ് നയിച്ചത്? എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷനിലേക്ക്. അതായത്
പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള, അതായത് അതിനെ അത്രയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ആധുനിക നൂതന സംവിധാനങ്ങൾ ആക്ച്വലി കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, though growing more food by using fertilizers and pesticides, ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും യൂസ് ചെയ്തിട്ട്, അതായത് രാസവളങ്ങളും കീടനാശിനികളും പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഭക്ഷ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും, അത് നമുക്ക് ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് തരുന്നുണ്ട് എങ്കിൽ കൂടിയും, നമ്മൾ ജലസേചനത്തിന് വേണ്ടി വലിയ വലിയ മെഗാ ഡാംസിനെ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും, ഇൻഡസ്ട്രി വളരുന്നുണ്ട് എങ്കിൽ കൂടിയും, എന്തിനാണ് ഈ എങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫൈനലി ഇത് നമ്മളുടെ എൻവയൺമെൻറ്റിൻ്റെ ഡീഗ്രഡേഷനിലേക്കാണ് നയിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്തിട്ട് വി ആർ growing more and more resources using the fertilizers and pesticides, and this actually helps us to develop that is so many revolutionary changes we can make in the field of agriculture, in the field of industry. Everywhere we can make revolutionary or bomb blasting effects. And in case of irrigation also, we are constructing gigantic dams for our irrigation, ജലസേചനത്തിനായിട്ട് അല്ലേ? We are constructing, that is using our most modern technology, we are constructing what? Dams. And this helps to industrial field also. This is a help to industrial field also. And this helps us to that is become self-sufficient in case of economic development. But is the thing there. But this all leads to environmental degradation. മനസ്സിലായല്ലോ? എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും യൂസ് ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ഭദ്രത നമ്മൾ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും വ്യവസായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാമുകൾ നിർമ്മിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ജലസേചനത്തിൻ്റെ കാര്യത്തിലായാലും കീടനാശിനികളും അതുപോലെ രാസവസ്തുക്കളും രാസവളങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടും നമ്മൾ എല്ലാ തരത്തിലും ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നേടുന്നുണ്ട് എങ്കിൽ കൂടിയും ഇതൊക്കെ നമ്മളുടെ എൻവയൺമെൻറ്റിൻ്റെ ഡീഗ്രഡേഷനിലേക്കാണ് നയിക്കുന്നത്. മനസ്സിലായല്ലോ? that 2 paragraphs you rehear it again and again and again and try to understand what is discussed in that para. And that's all for today's class. Have a nice day to all of you.